ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത മിനാരമാണ് കുത്തബ് മിനാർ. 72.5 മീറ്റർ അഥവാ 237.8 അടി ഉയരം കൂടിയ ഇതിൻ്റെ മുകളിലെത്താൻ 399 പടികൾ കയറണം. 1199 ദില്ലി സുൽത്താനായിരുന്ന കുത്തുബ്ദീൻ ഐബക്കാണ് ഇതിൻ്റെ തുടക്കം. ശേഷം ഇൽത്തുമിഷ് പണി പൂർത്തിയാക്കി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റുമാനൂർ പാലാ റോഡിൽ കിടങ്ങൂർ എന്ന സ്ഥലത്താണ്. ഇതുവഴി കടന്നു പോയിട്ടുള്ളവർ തീർച്ചയായും ആകാശം മുട്ടി നിൽക്കുന്ന ഈ അത്ഭുത സൗധം കണ്ടിട്ടുണ്ടാകും. ഞാനും കണ്ടിട്ടുണ്ട്. ഒരു ഓട്ട് കമ്പനി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ അറിയാം. ഈ നിൽക്കുന്നത് ആ ഓട്ട് കമ്പനിയുടെ ചൂളയിൽ നിന്നും പുക പുറത്തേക്ക് പോയിരുന്ന ചിമ്മിണിയാണ്. ഓട്ട് കമ്പനി നിർത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഒരു പുരാവസ്തു കണക്കെ അതിൻ്റെ ചിമ്മിണി വാനോളം മുട്ടി നിൽക്കുന്നു. ഏകദേശം 50 വർഷത്തിനടുത്ത് പഴക്കമുണ്ട് ഈ ചിമ്മിണിക്ക്. പക്ഷേ ഇന്നും തലയുയർത്തി തന്നെ നിൽക്കുന്നു. ആ ചിമ്മിണിയുടെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. സമയം 11 കഴിഞ്ഞിരിക്കുന്നു. റോഡിൽ നല്ല തിരക്കുണ്ട്. നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ പ്രത്യേക അനുവാദം വാങ്ങിയാണ് ഉള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്. പരിസരമാകെ കാട് പിടിച്ച് കിടക്കുന്നു. ഒരു കാലത്ത് നിറയെ ആളുകൾ ഇടതടവില്ലാതെ ജോലി ചെയ്തിരുന്ന ഒരു ഓട് ഫാക്ടറി. ഓട് നിർമ്മാണം നിർത്തിയിട്ടും ഒരു ചരിത്ര നിർമ്മിതിയായി അതിൻ്റെ ചിമ്മിണി മാത്രം നിലനിൽക്കുന്നു. എത്രയധികം ഇഷ്ടികളായിരിക്കാം ഇതിൻ്റെ നിർമ്മിതിക്കായി ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇതിൻ്റെ രൂപകൽപ്പനയും നിർമ്മിതിയും ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു നിർമ്മിതി സാധ്യമാവുക എന്ന കാര്യത്തിൽ തീർത്തും സംശയമാണ്. കേരളത്തിലെ ആദ്യത്തെ ഓട്ട് കമ്പനി 145 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് സ്ഥിതി ചെയ്യുന്ന കാലിക്കറ്റ് ടൈൽ കമ്പനിയാണ്. അസംസ്കൃത വസ്തുക്കൾ കിട്ടാനില്ലാത്തതും പരിചയസമ്പന്നരായ ആൾക്കാരുടെ ലഭ്യതക്കുറവും വിപണിയിൽ നിന്ന് കളിമണ്ണ് ഓടുകൾക്ക് ആവശ്യക്കാർ കുറയുകയും ചെയ്തതോടെയാണ് ഈ വ്യവസായം പലയിടത്തും നിർത്തേണ്ടി വന്നത്. ഇതിൻ്റെ ഉള്ളിൽ വ്യാപ്തം കുറവും പുറത്ത് കൂടുതലുമാണ്. പുറത്തേക്ക് പോകേണ്ട ചൂട് ഇതിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. ഓട് വെച്ചിരിക്കുന്ന ഷെഡുകളെല്ലാം പൊളിച്ചു കളഞ്ഞു. ചൂളയ്ക്കകത്ത് ആണ് തീ കത്തിക്കുന്നത്. ഓട് ശരിയായ രീതിയിൽ വെന്ത് കിട്ടിയാൽ മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കുകയൂ. ഈ ചൂളയ്ക്ക് ഒരു കാർപ്പൻ്ററി ഏരിയ ഉണ്ടായിരുന്നിരിക്കണം. ഓട് നിർമ്മിക്കാൻ വേണ്ട അച്ചുകൾ നിർമ്മിക്കുകയും സൂക്ഷിച്ചിരുന്നതും അവിടെ ആയിരുന്നിരിക്കണം. ഈ ചൂളയുടെ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കണം കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്ന കളിമണ്ണ് സംഭരിച്ചിരുന്നത്. ദിവസേന 65 ആളുകൾ ജോലി ചെയ്തിരുന്ന ഒരു ചൂളയായിരുന്നു ഇത്. പലതരത്തിലുള്ള പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടാണ് കളിമണ്ണ് ഒരു ചോക്ലേറ്റ് പരുവത്തിൽ അച്ചിൽ വയ്ക്കാൻ പാകത്തിലാകുന്നത്. ചൂളയിൽ നിന്നുള്ള ചൂട് കൺട്രോൾ ചെയ്യാൻ പ്രത്യേകം ആളുണ്ട്. ഒരാഴ്ചയോളം വരെ ചൂളയിൽ ഓട് സൂക്ഷിച്ച് വയ്ക്കണം. 900 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിലാണ് ചൂള പ്രവർത്തിച്ചിരിക്കുന്നത്. ഓരോ മുറികളിലാണ് ഓട് അടുക്കി വെച്ച് പുഴുങ്ങിയെടുക്കുന്നത്. ഓരോ മുറികളിലും 1000-ന് മുകളിൽ വരെ ഓടുകൾ അടുക്കി വയ്ക്കാൻ സാധിക്കും. ഓരോ മുറികളിലും അടുക്കി വച്ചിരിക്കുന്ന ഓടുകളിലൂടെ സഞ്ചരിക്കുന്ന പുക അവസാനം ഈ ചിമ്മിണി വഴി പുറത്തേക്ക് പോകുന്നു. സുർക്കി മിശ്രിതവും പ്രത്യേക ചുടുകട്ടയുമാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചൂളയുടെ ഈ ഭാഗത്തായി ഉള്ളിലേക്ക് കയറാനായി ഒരു വാതിലുണ്ട്. ആ വാതിലിലൂടെ ചൂളയ്ക്കുള്ളിലെ കാഴ്ചകൾ കാണാനായി ഞാൻ കയറി. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഭൂഗർഭ ജയിലുകളെ സൂചിപ്പിക്കുന്ന വിധമുള്ള ഒരു പ്രവേശന കവാടം. തെല്ല് പതുക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. കുറച്ച് സാവകാശം സൂക്ഷിച്ച് നടക്കാൻ തീരുമാനിച്ചു. ഉപയോഗശൂന്യമായി കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളോ മറ്റോ ഉണ്ടോ എന്നറിയാൻ കഴിയില്ല. ഒരു ഭൂഗർഭ ഗുഹയിലേക്ക് തന്നെ കയറുന്ന പ്രതീതി. ചൂളയുടെ അവിടെ ഇവിടെയായി പൊട്ടലുകളും വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ചൂടിൽ പുഴുങ്ങിയെടുക്കുന്നതാണെങ്കിലും വീടുകൾക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഓട് ഉപയോഗിക്കുന്നത്.
ഒരു ഓട്ട് കമ്പനിക്കുള്ളിലെ ചൂട് അസഹനീയമാണ്. പ്രത്യേക പരിശീലനം ലഭിച്ചവർക്കും ശാരീരിക ക്ഷമതയുള്ളവർക്കും മാത്രമേ ഒരു ഓട്ട് കമ്പനിയിൽ ജോലി ചെയ്യാനും നിൽക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടായിരിക്കണം ഈ പ്രസ്ഥാനം ഇന്ന് നിന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഓട്ട് കമ്പനിക്കുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിസ്സാരമല്ല. ഓടിന് പറ്റിയ കളിമണ്ണ് മുതൽ നല്ല കരുത്തിലും കളറിലും ശബ്ദത്തിലും വേണം ഓട് നിർമ്മിച്ചെടുക്കാൻ. ഒരു ചെറിയ കൈപ്പിഴ പറ്റിയാൽ ഉപയോഗപ്രദമായ രീതിയിൽ ഓട് നമുക്ക് കിട്ടില്ല. ഇന്ന് കേരളത്തിൽ തൃശ്ശൂർ, കൊല്ലം ജില്ലകളിലാണ് ഓട്ട് കമ്പനികൾ പ്രവർത്തിക്കുന്നത്. കോട്ടയം ജില്ലയിൽ സംക്രാന്തിയിലും ഇവിടെയുമാണ് ഓട്ട് കമ്പനികൾ പ്രവർത്തിച്ചിരുന്നത് എന്നറിയാൻ കഴിഞ്ഞു. ഒരു കുടത്തിൻ്റെ വട്ടത്തിലൂടെ എന്ന പോലെ സൂര്യപ്രകാശം താഴേക്ക് അരിച്ചിറങ്ങുന്നു. ഇതിൻ്റെ നിർമ്മിതി എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. 50 വർഷങ്ങൾക്കിപ്പുറം യാതൊരു കേടുപാടും കൂടാതെ ചുടുകട്ടയിലും സുറുക്കി മിശ്രിതത്തിൽ നിർമ്മിച്ച ഈ നിർമ്മിതി നിൽക്കുന്നു. പലതവണ ഇതിലെ കടന്നു പോകുമ്പോൾ ആകാശം മുട്ടി നിൽക്കുന്ന ഈ ചൂളയെ നോക്കാറുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഡൽഹിയിലെ കുത്തബ് മിനാറിലേക്ക് നോക്കുന്ന ഒരു പ്രതീതി. ഇതിൻ്റെ നിർമ്മാണത്തിനും പ്രവർത്തനത്തിനുമായി എത്രയോ ആൾക്കാരുടെ അധ്വാനവും പ്രയത്നവും ഉണ്ടായിരുന്നിരിക്കണം. ഒരു പക്ഷേ പ്രതീക്ഷിച്ച രീതിയിൽ വരുമാനം കിട്ടാത്തത് കൊണ്ടോ ആവശ്യക്കാരില്ലാതെ വന്നതുകൊണ്ടോ ആയിരിക്കണം ഇത് നിർത്തിക്കളഞ്ഞത്. ഈ ചൂളയോടനുബന്ധമായിട്ടുള്ള മില്ലും ഫാക്ടറിയും എല്ലാം പൊളിച്ചു മാറ്റിയിട്ടും ഈ ചൂളയെ ഇതുപോലെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ചരിത്ര നിർമ്മിതിയായി വരും തലമുറയ്ക്കും ആളുകൾക്ക് കാണാനായി ഇവിടെ തന്നെ ഉണ്ടാകണം എന്ന ആഗ്രഹം കൊണ്ടായിരിക്കാം. നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകുമ്പോൾ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇതിനെ കൂടുതൽ മനോഹരമാക്കി ഇവിടെ തന്നെ നിർത്തുമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ആ കാണുന്ന വഴിയിലൂടെയാണ് ഞാൻ ചൂളയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചത്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഈ ചിമ്മിണി ഇതുപോലെ തന്നെ ഒളിമങ്ങാതെ തല ഉയർത്തി തന്നെ ഇവിടെ നിൽക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഡൽഹിയിലെ കുത്തബ് മിനാറുമായോ ആലപ്പുഴ ലൈറ്റ് ഹൗസുമായോ ഇതിനെ സാമ്യപ്പെടുത്തിയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഈ ചൂളയിലേക്ക് നോക്കുമ്പോൾ ഏതൊരാളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് അവയൊക്കെ തന്നെയാണ്. ഒരു മനോഹരമായ ആൽമരത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ പൂർത്തിയാകുന്നത്. പ്രകൃതിയുമായി അത്രമേൽ ഇണങ്ങി നിൽക്കുന്ന ഒരിടം ഒരിക്കലും സാധ്യമാകുമെന്ന് പ്രതീക്ഷയില്ലാതെ വന്നതാണ്. പക്ഷേ നിറഞ്ഞ മനസ്സോടെ ഈ കൊച്ചു വീഡിയോ പിടിക്കാൻ അനുവാദം നൽകിയ ഇതിൻ്റെ ഉടമസ്ഥന് 1000 നന്ദി. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും.